ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. മോൾക്ക് കമ്മൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഗുരുവായൂർ പ്രിയങ്കയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് പോയതല്ല കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 മേടിക്കുക, വേഗം തിരിച്ച് വരികയെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ എനിക്കതൊന്ന് വീഡിയോ ആക്കി ചെയ്യണം തോന്നി. ഈ ഷോപ്പുള്ളത് ഗുരുവായൂർ കിഴക്കേ നടയിലാണ് കേട്ടോ. മഞ്ജുലാൽ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടക്കില്ലേ, ആ ഭാഗത്ത് ഒരു വലിയൊരു ആൽമരമുണ്ട് റോഡിൻ്റെ. മഞ്ജുലാൽ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഈ ഷോപ്പ്. പ്രിയങ്ക എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഏത് റേഞ്ചിലുള്ള സാധനം ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് 30 പീസാണെങ്കിലും നമുക്ക് അവർ തരും. നമ്മുടെ തിരുവാതിരയ്ക്കുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപോലത്തെ ഒരു 10-12 ഐറ്റംസൊക്കെ അവർ നമുക്ക് തരാറുണ്ട്. ഇവിടെ കമ്മലുകളൊക്കെ 5 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ആ ബോൾ ടൈപ്പ് കമ്മൽ ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. മലാലയുടെ ഫേവറേറ്റ് കളറ് പർപ്പിൾ ആയതുകൊണ്ട് ഒരു പർപ്പിൾ എടുത്തു. പിന്നെ ഇങ്ങനത്തെ വലിയ കമ്മലൊന്നും അവൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാനും അങ്ങനെ അധികം ഫാൻസി സാധനങ്ങൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തില്ല. കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ഒക്കെ 30-40 ആ റേഞ്ചിലാണ്. ഇപ്പോൾ ഫാൻസി വലിയ കമ്മലുകളൊക്കെ ആണെങ്കിലും 50-60 രൂപയ്ക്കൊക്കെ നല്ല ഐറ്റംസ് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാണ്ട് തിരിച്ച് പോവില്ല. എന്നുവെച്ചാൽ അത്രയും അധികം കളക്ഷൻ, ഒരു എക്സിബിഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് അവിടെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ തന്നെ ഏകദേശം 8 മിനിറ്റോളം ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ കമ്മൽ പിന്നെ ബണ്ണ്, ചെറിയ ഹെയർ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതും കുറച്ച് മോതിരം, അതിൻ്റെ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴത്തേനും 8 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു വീഡിയോ. കണ്ടോ, ഒരുപോലെയുള്ള കമ്മലുകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസിനാണെങ്കിലും ഇപ്പോൾ ഒരുപോലെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. അതും നല്ല റേറ്റ് കുറവിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 30-40 50 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ. ഈ ഒരു കമ്മൽ മലയാളിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മെറ്റൽ ഫ്രെയിം ഉള്ളതായിരുന്നു. മേലെ ഒരു ചെറിയൊരു സ്റ്റോണും താഴെ മെറ്റലിൻ്റെ ഫ്രെയിമും. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ എടുത്തിട്ട് ട്രയലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞങ്ങൾ എടുത്തതെല്ലാം 30, 20, 15, 10 ആ റേഞ്ചിലുള്ള കമ്മലുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ. കമ്മൽ, മാല, വള, ഹെയർ ആക്സസറീസ്, പിന്നെ കുട്ടികളുടെ ടോയ്സ്. ഇതിൻ്റെ മേലെയും സെക്ഷൻ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. ചീപ്പ് കണ്ണാടി, എന്താ പറയുക, ഞാൻ അതൊക്കെ എല്ലാതും കൂടിയിട്ട് ഈ വീഡിയോക്ക് എന്തെങ്കിലും ഒരു റീച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ പാട്ടായിട്ട് ഓരോ സെക്ഷൻ കവർ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഡാൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാണ് കേട്ടോ. ഈ ഫോക്ക് ഡാൻസുകളൊക്കെ വരില്ലേ, അങ്ങനത്തെ സംഭവത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മലുകൾ, നല്ല രസമുണ്ട്. പണ്ട് ഇത് 5 രൂപക്കട എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വെച്ചാൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് 5 രൂപക്കടയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു. അന്ന് ഇത് ഇവിടെ ആയിരുന്നില്ല, നമ്മുടെ കിഴക്കേ നടയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ഈ ഷോപ്പ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ 5 രൂപയ്ക്ക് ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. മറ്റേ മയിൽപ്പീലി പോലത്തെ കമ്മലുകളൊക്കെ 5 രൂപയ്ക്ക് കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ 5 രൂപയുടെ കളക്ഷൻസൊക്കെ കുറവാണ്, എന്നാലും 5 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ 10 രൂപ, 15 രൂപയ്ക്കൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വെച്ചാൽ ഞങ്ങൾ 5 രൂപയുടെ കമ്മൽ ചോദിച്ചപ്പോൾ അത് ഹിന്ദിക്കാർ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടിയിട്ട് വാരിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത് മൂക്കുത്തിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെറ്റൽ ഫിനിഷിങ്ങിലായിട്ട് മൂക്കുത്തി. അതിൻ്റെ ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് വെറും 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതെല്ലാം മുത്ത് പിടിപ്പിച്ച കമ്മലുകളാണ്. അതൊക്കെ 5 രൂപ, 10 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ വന്നത്. ഓരോ ട്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പോയത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഷോപ്പിൻ്റെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ മോൾക്ക് കൂടുതൽ സ്റ്റഡുകളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. മുത്ത് വെച്ച് 2-3 സ്റ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാങ്ങിങ്ങിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ കൂടുതൽ സ്റ്റഡ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് പോലത്തത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട്, അതിന് മുകളിൽ സ്റ്റോണ്, അങ്ങനത്തെ ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 കീ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കീ ചെയിൻ ആകെ 20 രൂപ. എന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള ഒരു 3D എഫക്റ്റുള്ള കീ ചെയിൻ, അത് ആകെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം മേടിച്ച് ഒരു എന്താ പറയുക, മൾട്ടി കളറായിട്ടുള്ളൊരു കമ്മലായിരുന്നു. പിന്നെ ഇതിൽ ഒരു റിങ് പോലത്തെ ഒരു കമ്മൽ ഉണ്ടായിരുന്നു. അതൊരു 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഓരോന്ന് കാണുമ്പോൾ ഇക്കങ്ങനെ ഓരോന്ന് അതെടുക്ക് ഇതെടുക്ക് അത് മേടിക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു വെച്ചാൽ 10-20 ആണെങ്കിലും കൂട്ടി കൂട്ടി വരുമ്പോൾ വലിയ എമൗണ്ട് ആവുമല്ലോ. പിന്നെ താഴെ ട്രയൽ മാത്രമല്ല കേട്ടോ, മേലെയും ഒരുപാട് ഇതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കണ്ട മോഡൽ തന്നെയായിരുന്നു കേട്ടോ. ആ ബോളും മുകളിലൊരു സ്റ്റോൺ വെച്ചതും പിന്നെ കുറേ ഇത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോവുകയാണെങ്കിൽ മേലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയും നല്ല നല്ല കമ്മലുകളുണ്ട്. സ്റ്റെഡ് ടൈപ്പൊക്കെ ആണെങ്കിൽ മേലെയും ഒരുപാട് കമ്മലുകളുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഹെയർ ആക്സസറീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബണ്ണുകളൊക്കെ 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഒക്കെ നല്ല നല്ല ക്വാളിറ്റി നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ തലയിലൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയല്ലേ നമ്മൾ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് ബണ്ണുകളും ഹെയർ ആക്സസറീസും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. മലാലയ്ക്ക് തലയിൽ ടിക് ടിക്ക് പിന്നെ അലിഗേറ്റർ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ. ഒരു 5 എന്ന് വെച്ചാൽ 2 10 രൂപയായിട്ട്. നല്ല ഭംഗിയുണ്ടാവും. ഒരു ഐസ്ക്രീം പിന്നെ ബാർബി അങ്ങനെ കുറേ ഡോളുകളുടെ ഒക്കെ ഒരു സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പുകൾ, അത് 2 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ മേടിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വേറൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഒരു ക്യാപ്പിൻ്റെ ഒരു ടിക് ടിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇങ്ങനെ ഇത്തിരി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള 2 ടിക് ടിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ യെല്ലോ കളറിൽ കാണുന്ന ടിക് ടിക്കുകളൊക്കെ ഇല്ലേ, ടിക് ടിക്കല്ല, അത് അലിഗേറ്റർ ക്ലിപ്പാണ്. അതിനൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ 2. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ, ഞാൻ മലാലയ്ക്ക് അതാണ് മേടിക്കാറ്. പക്ഷേ ചെറിയ മക്കൾക്കൊക്കെ കുത്തി പോകുമ്പോൾ നഴ്സറിയിലൊക്കെ അംഗൻവാടിയിലൊക്കെ പോകുന്ന പിള്ളേർക്ക് അത് കുത്തിയിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. 10 രൂപയുള്ളൂ അത്. പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടിക് ടിക്ക് സ്ലൈഡുകളുടെ ഒരുപാട് കളക്ഷൻ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാതും മേടിക്കാൻ തോന്നും. അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ സെക്ഷൻ എടുക്കുമ്പോൾ അത് നമുക്കൊരു എക്സിബിഷൻ പോലെ തോന്നും. അത്രയ്ക്കധികം കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെറിയ വിലയ്ക്കാണ് കിട്ടുന്നത്. നമ്മൾ മുംബൈയിലോ ഡൽഹിയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മളെ ഗുരുവായൂർ തന്നെ ചെറിയ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ കുറച്ച് റിങ്ങുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അവൾക്ക് ഞാൻ റോസ് ഗോൾഡിൻ്റെ മോതിരങ്ങളാണ് മേടിച്ച് കൊടുക്കാറ്. 10 രൂപയ്ക്കാണ് ഇവിടുന്ന് മേടിക്കുക. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവളുടെ ഭാഗത്തിനുള്ള റോസ് ഗോൾഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു മോഡലാണ് മേടിച്ച് കൊടുത്തത്. റിങ്ങിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല റിങ്ങുകളുണ്ട് കേട്ടോ. ജെൻസിൻ്റെതാണ് ഞാൻ കൂടുതൽ കണ്ടത്. പിന്നെ ലേഡീസിൻ്റെ ഒക്കെ കുറച്ചും കൂടെ വില കൂടിയത് വേറെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വില കുറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ 10 രൂപ 15 രൂപ 20 രൂപയുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. കൂടുതലും 10 രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ റോസ് ഗോൾഡിൻ്റെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് വേറെ സൈഡിലുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ വിലയുണ്ടായിരുന്നു. 100 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. 10 രൂപയ്ക്ക് കിട്ടുന്നത് നമുക്ക് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഇടുകയാണെങ്കിൽ പിന്നെ തീർന്നു. നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള റിങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും മലാലയുടെ സൈസിലുള്ളത് കിട്ടിയില്ല. ഒക്കെ ഒന്നും നമ്മൾ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ആ സൈസിലൊക്കെ ഉള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് കല്ല് വെച്ച കുറച്ച് മോതിരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈവിളയുടെ മോതിരങ്ങളുണ്ടായിരുന്നു. ഈവിളയുടെ കുറേ സെക്ഷൻസ് ഉണ്ട്. മറ്റേ മാല, കമ്മൽ, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈവിളയുടേത് പ്രത്യേകമായിട്ട് വേറെ സൈഡിലുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കോസ്മെറ്റിക്സും ഉണ്ട് കേട്ടോ. കോസ്മെറ്റിക്സൊക്കെ കൂടുതൽ നമ്മളെ ക്യാഷ് കൗണ്ടറിൻ്റെ ആ ഭാഗത്താണ്. പിന്നെ നെയിൽ പോളിഷും എൻ്റെ അമ്മ പറയാനില്ല, ഇഷ്ടംമാതിരി നെയിൽ പോളിഷ്.